കൊണ്ടല്ലേ സിംലയില് നിങ്ങൾ വലിയ തള്ളി മറിച്ചുകൊണ്ട് പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ഹിമാചൽ പ്രദേശിൽ ഒരാളുണ്ട്, ഒരു കൗൺസിലർ ഉണ്ട്. അത് പോയി കേട്ടോ, RSS കാരന്റെ കൂടെ പോയി. ആകെ ഹിമാചൽ പ്രദേശിൽ ഒരെണ്ണം ഉണ്ടായിരുന്നത്, അതും പോയി. നിങ്ങൾക്ക് ഇനി 3 എണ്ണം ബാക്കിയുണ്ട്. രാഹുൽ ഗാന്ധി, നിങ്ങൾ നേരത്തെ ആക്ഷേപിച്ച് രാഹുൽ ഗാന്ധിയുടെ പണം വെച്ച് തമിഴ്നാട്ടിലോട്ട് പിടിച്ചത്. അടുത്ത പ്രാവശ്യം അതും കൂടി കൈകാര്യം ചെയ്ത് തരാം കേട്ടോ. അടുത്ത പ്രാവശ്യം അതും കൂടി കൈകാര്യം ചെയ്ത് തരാം. പിന്നെ ഒരു കാര്യം നിങ്ങളുടെ പറഞ്ഞുതരാം. ഇപ്പോ ഈ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് BJP പുറത്തിറങ്ങുന്നില്ല. ഈ കഴിഞ്ഞ 2 ആഴ്ചയായി പ്രതിനിധികൾ വോട്ട് കൊണ്ടാ അറിയുമോ? നിർത്തോടെ. നിങ്ങൾക്കറിയോ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് BJPക്ക് പ്രശ്നമില്ല. എന്താണെന്നറിയോ? നിങ്ങളുടെ മുഖ്യമന്ത്രിയും BJPയും തമ്മിൽ ധാരണയാണ്. കേന്ദ്ര ഏജൻസി അന്വേഷിക്കാൻ വരുന്നില്ല. പുതിയ വെളിപ്പെടുത്തൽ വന്നിട്ട് അന്വേഷിക്കുന്നില്ല. കാര്യം എന്താ? നിങ്ങളും RSSും തമ്മിൽ, അമിത്ഷായും തമ്മിൽ ധാരണയാണ്. ഞാൻ വളരെ രഹസ്യമായിട്ട് വെച്ചിരുന്ന കാര്യം നിന്നോട് ആര് പറഞ്ഞു? അപ്പൊ സത്യമാണല്ലേ? കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടി ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. BJP നിങ്ങൾക്കെതിരായിട്ട് ഒരു കാര്യം പറയാത്തതും BJPയുടെ മൗനവും ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. പിണറായി വിജയൻ അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും B ടീമാണ്. ഞങ്ങൾക്കറിയാം. നിങ്ങളുടെ ലക്ഷ്യം കോൺഗ്രസ് മുക്ത ഭാരതമാണെന്ന് പറയാം. പിന്നെ ഒരു കാര്യം, KPCC പ്രസിഡന്റ് EP ജയരാജനെ വിരട്ടിക്കളഞ്ഞു. അത് ജയരാജനോട് പോയി ചോദിച്ചാൽ മതി. ഒന്ന് രഹസ്യമായിട്ട് പോയിട്ട് ഡൽഹിയിരിക്കല്ലേ, ഇടയ്ക്കത് വിളിച്ചിട്ട് ചോദിക്കണം, ജയരാജ എങ്ങനെയുണ്ട് കെ സുധാകരൻ എന്ന് ചോദിച്ചാൽ പുറകിലൊന്ന് തടവിത്തരും, മുടി ഒന്ന് വകുതു തരും കേട്ടോ, ഒന്നേ വകുതു തരും, കയറി ഒന്ന് നോക്ക്.